പാചകവാതക പ്രതിസന്ധി രൂക്ഷമായതോടെ വിറകടുപ്പുകളിലേക്ക് മാറാൻ നിർബന്ധിതരായി ഹോട്ടൽ ഉടമകൾ. തിരുവനന്തപുരത്തെ പല ഹോട്ടലുകളിലും അധിക വില കൊടുത്താണ് വിറക് വാങ്ങുന്നത്. ലോ കോളേജിന് സമീപമുള്ള ചെന്നൈ ബിരിയാണി എന്ന കടയിൽ വിറകടുപ്പിൽ ബിരിയാണി വെക്കുന്ന കാഴ്ചയും ഒന്നതാണ്. ഗോപാൽ ശിലാസനൽ അവിടെ നിന്നും ചെയ്തു. പാചകവാതക പ്രതിസന്ധി രൂക്ഷമായതോടുകൂടി ഹോട്ടൽ മേഖല അനുഭവിക്കുന്ന പ്രതിസന്ധി നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളായി റിപ്പോർട്ട് ചെയ്യുന്നതാണ്. അതിൻ്റെ ഒരു നേർക്കാഴ്ച അല്ലെങ്കിൽ അവർ നേരിടുന്ന ബുദ്ധിമുട്ട് നമുക്ക് ചിത്രീകരിച്ച് തന്നെ കാണിക്കാൻ കഴിയാവുന്ന ഒരു സ്ഥിതിയിലാണ് ഞാൻ നിൽക്കുന്നത്. തിരുവനന്തപുരത്തെ ചെന്നൈ റോയൽ ബിരിയാണി എന്ന് പറയുന്നൊരു ബിരിയാണിക്ക് ഫേമസ് ആയിട്ടുള്ളൊരു കടയിലാണ്. നിരവധി ബിരിയാണികൾ ദിവസവും കച്ചവടം ചെയ്യുന്ന ആ ബിരിയാണി കടയിൽ അവർ വലിയ ബുദ്ധിമുട്ടാണ് ഇപ്പോൾ നേരിടുന്നതെന്ന് നമുക്ക് കാണാൻ സാധിക്കും. കാരണം ആ ഗ്യാസ് സിലിണ്ടറുകൾ വെച്ച് നിർമ്മിക്കുന്ന ബിരിയാണി ഇവർ ഇന്ന് ഈ പ്രശ്നമുണ്ടായതോടുകൂടി അല്ലെങ്കിൽ പ്രതിസന്ധി ഉണ്ടായതോടുകൂടി തന്നെ വിറകടുപ്പിലേക്ക് മാറ്റാൻ നിർബന്ധിതരായിരിക്കുകയാണ്. ഇപ്പോൾ 2 ചെമ്പ് ബിരിയാണിയാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഈ ഹോട്ടലിന് മുന്നിൽ പ്രത്യേക അടുപ്പ് തയ്യാറാക്കി വിറകിൽ ഇട്ട് വേവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഈ വിറകടുപ്പിലേക്ക് വരാൻ ഇവർ വരേണ്ടി വന്നത് എന്ന കാര്യം നമുക്ക് ഇതിൻ്റെ ഉടമകളോട് തന്നെ ചോദിക്കാം. ചേട്ടാ, ഈ പ്രതിസന്ധി ഗ്യാസ് സിലിണ്ടർ പ്രതിസന്ധി തന്നെ ആയിരിക്കുമല്ലേ ഇതിന് കാരണം? കിട്ടാൻ ഞങ്ങൾ 3-4 ദിവസം കൊണ്ട് ഗ്യാസ് ബുക്ക് ചെയ്തിട്ട് ഇന്നിട്ട് ഗ്യാസ് വന്നില്ല. ഗ്യാസ് ഒരു പലയിടത്തും കിടന്നൊരു യുദ്ധം നമ്മുടെ ഇവിടെ ഇത്രയും പ്രശ്നമാകുമെന്ന് ഒരിക്കലും വിചാരിച്ചില്ല. കാരണം ഇന്നലെ ഒരു ദിവസം നമുക്ക് കടച്ചിടേണ്ടി വന്നു. സ്റ്റാഫുകളെല്ലാം ഹിന്ദിക്കാരാണ്. അപ്പോൾ അവരുടെ ഫുഡ്, അവരുടെ കാര്യങ്ങൾ, അവരുടെ ചിലവും കാര്യങ്ങളെല്ലാം ഞങ്ങൾക്ക് സ്വന്തം കയ്യിൽ നിന്ന് പിന്നെ അതാവുന്നുണ്ട്. അങ്ങനെ എന്ത് മാറ്റാന്നുള്ളതിലും നമ്മൾ മുൻ വാർഡ് കൗൺസിലർ ബിനു അയ്യപ്പായിട്ട് സംസാരിക്കുമ്പോൾ ബിനു അയ്യപ്പ പറഞ്ഞു, നിങ്ങൾക്ക് വെളിയിട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾ വെളിയിട്ട് ചെയ്യും. വിറകെന്നുള്ള സംഭവം ഇപ്പം കിട്ടാനില്ല. കാരണം എല്ലായിടത്തും ഓൾറെഡി വിറകെല്ലാം ബുക്ക് ചെയ്ത് ഓരോരുത്തർ വാങ്ങിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. വിറകിന് വില കൂടുകയും ചെയ്തു ഇപ്രാവശ്യം. അപ്പോൾ ദിവസവും നല്ല കച്ചവടം നടക്കുന്ന കടയല്ലേ? ഒരു മാന്യമായിട്ട് കച്ചവടം നടക്കുന്ന ഒരു കടയാണ്. ജീവിക്കാൻ വേണ്ടി അത് വളരെ ഒരു ബുദ്ധിമുട്ടിരിക്കുന്നു. കാരണം അവർ അടുപ്പിൽ ചെയ്യാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ നിൽക്കണം എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് സാലറി വേണമെങ്കിൽ ചെയ്യും എന്നുള്ള രീതിയിൽ ഞങ്ങൾ ബഹളം വെച്ചിട്ട് ഞങ്ങൾ അവരെ കൊണ്ട് ഇപ്പം ചെയ്യിപ്പിക്കുന്നത്. കടലിൽ ഇത്രയും ചൂടും പുകയും കാര്യങ്ങളും എല്ലാം ഒരു വല്ലാത്തൊരു ഇഷ്യൂ ആയിട്ടിരിക്കുന്നത് ഗ്യാസില്ലാത്ത കാരണം. അത് സർക്കാരോ കേന്ദ്ര സർക്കാർ ആരെങ്കിലും എന്തെങ്കിലും ഒന്ന് എല്ലാവരും ചെയ്തിരുന്നെങ്കിൽ അത് നമുക്കൊരു വളരെ ഒരു ഉപകാരപ്പെട്ടിട്ടുണ്ട്. കാരണം കട അടച്ചിടാൻ പറ്റാത്തൊരു സാഹചര്യമായി. എന്താണെങ്കിലും ഇവരുടെ ഈ പ്രതിസന്ധിയും പ്രശ്നവുമൊക്കെ കഴിയും, അധികം വൈകാതെ കഴിയും, അതിനൊരു അറുതി ഉണ്ടാകും എന്ന ഒരു പ്രത്യാശയിൽ കൂടിയാണ് ഇവർ ഇത്തരത്തിൽ ഇങ്ങനെ ഒരു ഉദ്യമത്തിന് കൂടി ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് മനു ബാലകൃഷ്ണനൊപ്പം റിപ്പോർട്ടർ ഗോപാൽ ശിലാസനൽ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.